ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ നമ്മളിലെ ഇരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും ദൈവത്തിന്റെ നാമം മഹത്വത്തോടെ കർത്താവിന്റെ തേജസ്സോടുകൂടെ നിങ്ങൾക്കായി മഹത്വത്തോടെ വസിക്കട്ടെ. വീഡിയോ ഓണാക്കാനുള്ളവരെല്ലാം വീഡിയോ ഓണാക്കി എൻ്റെ കൂടെ സന്തോഷിപ്പാനിടയാകണം. എനിക്ക് തോന്നുന്നു പല ആവർത്തികൾ നിങ്ങളിൽ ഒരു കുടുംബക്കാരനെ പോലെ ആയിത്തീർന്നു ഞാൻ ഇതിൻ്റെ അകത്തൊരു ഗസ്റ്റ് സ്പീക്കർ അല്ല. വാസ്തവത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഭവനക്കാരെന്ന നിലയിലാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥനിരിക്കണം. എനിക്കാണെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥയുടെ ചേഞ്ച് ഔട്ടാണോ എന്നറിയത്തില്ല. തൊണ്ടവേദനയും കഫക്കെട്ടെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ രാത്രി 12:30 ആയപ്പോൾ എഴുന്നേറ്റതാണ്. എന്നാൽ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് അത് നമ്മെ തന്നെ സൗഖ്യമാക്കുന്നതും നമുക്ക് പുതുബലം നൽകുന്നതും എന്ന് അനുഭവത്തിലൂടെ പറയാൻ കഴിയും. വചനത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. അത് കേൾക്കേണ്ടതുപോലെ കേൾക്കണം എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുള്ള കർത്തവ്യം. നമ്മൾ കേൾപ്പിക്കേണ്ടതുപോലെ കേൾപ്പിക്കുക, കേൾക്കേണ്ടതുപോലെ കേൾക്കുക, തിരിച്ചറിയേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. കാരണം ഇന്നുള്ള കാലത്ത് നമ്മുടെ ശവക്കല്ലറയ്ക്ക് പെയിന്റ് അടിക്കുന്നത് പോലെ പെയിന്റ് അടിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ വേറൊരു അങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്. മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് യഹൂദന്റെ ഒരു ആറ്റിറ്റ്യൂഡിലും യഹൂദൻ കണ്ട ദൈവം, യഹൂദൻ ദൈവത്തോട് അടുക്കുന്ന രീതിയിൽ അടുക്കുന്ന ചില ഇന്നുള്ള അങ്ങനെയുള്ള പ്രകൃതിക്കാരെയും നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയും. തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, അവനോട് സഹകരിക്കരുത്, ഒരു ജാതിയന്റെ വീട്ടിൽ പോയി എന്ത് ചെയ്യരുത്, ഇങ്ങനെ പഠിപ്പിക്കുന്ന കുറെ യഹൂദന്മാര് നമ്മുടെ ഇടയിലും ഉണ്ട്. മാത്രമല്ല, ഒരു തെറ്റ് ഒരാളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വന്തം മക്കളുടെ കാര്യങ്ങളും സ്വന്തം വന്ന തെറ്റുകൾ ആരോടും പറയത്തില്ല. പക്ഷെ ഒരപ്പത്തിന്റെ അംശയായിരിക്കുന്നവന്റെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരോടും വീട്ടുകാരോടും മൊത്തം പറയാനും ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ മനുഷ്യത്തിയെ ഒരു പാവിയായി മുദ്ര കുത്തി എന്നത്തേക്കും തള്ളിക്കളയുന്ന യഹൂദന്റെ കല്ലെറിയുന്ന പരിപാടി. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ നന്നായി പഠിക്കണം കേട്ടോ. കർത്താവിന്റെ ശരിയാണ്, പഴയ നിയമത്തെക്കാളും പുതിയ നിയമം ഇങ്ങനെ പറയാം, ഇത് രാജകീയ ന്യായപ്രമാണമാണ് പുതിയ നിയമം. യാക്കോബ പറയുന്നത് രാജകീയ പ്രമാണം, രാജകീയ ന്യായപ്രമാണം കേട്ടോ മീര. ഓക്കെ, ഞാനിങ്ങനെ നിങ്ങളെ എൻ്റെ കൂടെ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി ഇങ്ങനെ പേരൊക്കെ വിളിക്കുന്നേ. പ്രൈസ് ഗോഡ്. അപ്പോ ഇത് രാജകീയ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ പഴയ നിയമം എന്ന് പറയുന്നത് ദൂതൻ മുഖാന്തരം ഏൽപ്പിക്കപ്പെട്ടതും അത് പാപത്തെക്കുറിച്ച് ബോധം വരുത്തി. എവിടാ? ആർക്ക്? ജാതികൾക്കല്ല, ഇസ്രായേൽ ജനത്തിന്. ജാതികൾക്ക് ഈ ന്യായപ്രമാണം ഇല്ലായിരുന്നല്ലോ. മുമ്പേ നമ്മൾ പ്രകൃതിയാൽ ജാതികളും പൗരത്വത്തോട് സംബന്ധമില്ലാത്തവർ, ന്യായപ്രമാണം ഇല്ലാത്തവർ, ആരാധനയില്ലാത്തവർ, ക്രിസ്തു ഇല്ലാത്തവർ, പൗരോഹിത്യമില്ലാത്തവർ, അതിക്രമങ്ങളും പാപങ്ങളാലും മരിച്ചവർ, ദൈവവുമായിട്ട് യാതൊരു സംബന്ധവും നമുക്കില്ല. നമുക്ക് അങ്ങനെ അറിയേണ്ട ഒരു ഹൃദയമല്ലായിരുന്നു നമ്മുടേത്. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? നമുക്ക് അങ്ങനത്തെ ഒരു ഹൃദയം, നമുക്ക് ദൈവത്തെ സേവിക്കേണ്ട ഒരാവശ്യവും എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ലോകത്തിലുണ്ടെങ്കിലും നമ്മളുമായിട്ട് അത് ബന്ധപ്പെട്ടതേ അല്ലായിരുന്നു. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചേ, അവരുടെ ഏതെങ്കിലും വീടുകളിൽ ഇത് വായിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നോ? അവരുടെ സുന്നഗോഗുകളിൽ ചെല്ലുമ്പോൾ ഇത് വായിക്കുന്നേ അല്ലേ? നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? പുരോഹിതൻ ആലയത്തിൽ വരുമ്പോഴാണ്
അല്ലെങ്കിൽ അവരുടെ പ്രത്യേക അതിൽ യേശുവിന്റെ കാലത്ത് അവന് പുസ്തകം വായിക്കാൻ കിട്ടി. യേശുവിന്റെ കാലത്ത്, പൗലോസിന്റെ കാലത്ത് പൗലോസ് ശുശ്രൂഷയ്ക്ക് പോയിടത്തെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അവൻ ചെന്നത് വീണ്ടെടുക്കപ്പെട്ട കൂട്ടം ഇവിടെ ഉണ്ടോ, ഞാൻ അവരുടെ കൂടെ ആരാധിക്കാവെന്ന് പറഞ്ഞ് അവൻ അങ്ങനല്ല ചെന്നേ. അവൻ എന്ത് ചെയ്യുന്നറിയാം, അവന്റെ പഴയ ആൾക്കാരുടെ അടുക്കല ചെന്നേ. അങ്ങനെയല്ലേ ബീനാൻറ്റി? പഴയ ആൾക്കാരുടെ അടുത്താ ചെന്നേ. മക്കധോനിയിലേക്കുള്ള വിളി കിട്ടി. അവൻ ചെന്നത് എവിടാ? അവിടെ പ്രാർത്ഥനക്കാരുണ്ടോ, പ്രാർത്ഥനാലയം ഉണ്ടോ എന്ന് അവൻ അന്വേഷിച്ചത്. ലുസ്രായിലും ഇക്കോനിയിലും കൊരിന്ത് പട്ടണത്തിലൊക്കെ ചെന്നപ്പോൾ അവൻ അവിടുത്തെ യഹൂദ സിനഗോഗുകളിലാണ് അവൻ ചെന്നിരുന്നത്. അന്നേരമാണ് അവരോട് പറഞ്ഞത്, സൗരന്മാരെ നിങ്ങൾക്ക് വല്ലതും പ്രബോധിപ്പിക്കാനുണ്ടോ? അന്നേരമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നതും കാര്യങ്ങളും. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ഞാൻ പ്രസംഗിക്കാൻ വരുന്ന കാര്യങ്ങളുടെ ഗൗരവം അറിയാൻ വേണ്ടിയാ കേട്ടോ. പ്രൈസല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടുകൂടെ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കേ പ്രമാണം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ജാതികളാകുന്ന അവർക്ക് അതിൻ്റെ അകത്ത് 7 അയൽവക്കത്ത് എടുക്കാനുള്ള നമുക്കില്ല. നമുക്ക് പൗരോഹിത്യം ഉണ്ടോ? നമുക്ക് ആരാധനയുണ്ടോ? അന്യദൈവങ്ങളെ സേവിച്ച് കിട്ടുന്നിടത്ത് മരത്തിന്റെയും കല്ലിനും മരത്തിനും പിക്ചറുകൾക്കും മറ്റ് അനേക മനുഷ്യൻ, പക്ഷി, മൃഗജാതി, ഇഴജാതി, പുല്ല്, വൈക്കോൽ എന്നിവയെ ആരാധിച്ചു പോന്നവരാ നമ്മള്. നികൃഷ്ട ബുദ്ധിയിലായിരുന്നു നമ്മള്. ലോകത്തിന്റെ അധിപതി അന്ധകാര ശക്തിക്ക് കീഴ്പ്പെട്ടവരായിരുന്നു നമ്മള്. നമ്മുടെ മണവും ഗുണവും രക്തത്തിൽ ഒരു തുള്ളി രക്തം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 10 തുള്ളി പിശാചിന്റെ സ്വഭാവമായിരുന്നു. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സന്തോഷമായിരിക്കുന്നോ? മനസ്സിലോ? ഇത് നമ്മൾ ഗ്രഹിക്കണം. യഹൂദൻ എന്ന് പറയുന്ന അവന് മാത്രം ന്യായപ്രമാണം കൊടുത്തു, അതുകൊണ്ട് അവന് പാപം. പക്ഷേ ആ പ്രമാണത്തെക്കാളും അതിശ്രേഷ്ഠമായൊരു പ്രമാണം, അത് കൽപ്പലകയിലല്ല ദൈവം തന്നത്, നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ തന്നപ്പോൾ ആ തന്നതെന്ന് പറയുന്നത് പ്രമാണം ഇങ്ങനെ എഴുതപ്പെട്ട ആ വചനമല്ല, ആ വചനത്തിന്റെ കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ ഇന്നത് തെറ്റ്, ഇന്നത് ശരി എന്ന് ഇവൻ ഒരു ഉദാഹരണത്തിന് ഒരു ചെറിയ വഴക്ക് വീട്ടിലുണ്ടായാൽ ആ വഴക്കിന് കാരണം എന്താണെന്ന് അവനവന് മനസ്സിലാകുന്ന രീതിയിൽ ക്രിസ്തു അവനിൽ വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്ത്രീ ആയാലും പുരുഷനായാലും അതെങ്ങനാ? പ്രമാണത്തിന്റെ ഉടയവനാ നിന്നിൽ വസിക്കുന്നത്. അപ്പൊ പ്രമാണം എവിടെ കിടക്കുന്നു? ഹലോ, പ്രമാണത്തിൻ തന്നവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുക. പ്രമാണം അതിന് നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വരാത്തത് കൊണ്ടാണ് നമുക്കിവിടെ പറ്റിയത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പിന്നെ ഇസ്രായേൽ ജനത്തിന്, അല്ലെങ്കിൽ യെഹെസ്കേലും ജെരമ്യാവൊക്കെ അവൻ ജനത്തോട് സംസാരിക്കും, പറയാൻ, ഞാൻ പഴയ കാലത്ത് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തിന് മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്തതുപോലല്ല ഞാൻ ഇനി ഇടപെടാനുള്ള കാലം. ഈ തലമുറ കഴിഞ്ഞ് ഞാൻ സകല ജാതികളോട് ഇടപെടുമ്പോൾ ഞാൻ അവരുടെ ഉള്ളിൽ എൻ്റെ ആത്മാവിനെ പകരും, ആത്മാവിൽ വസിക്കുവാൻ. ദൈവമക്കളെ, ഇതിന്റെയൊക്കെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി കർത്താവിൽ സന്തോഷിക്കണം കേട്ടോ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, ദൈവം ആത്മാവാകുന്നവൻ സ്വർഗീയമായ സകല ഗുണങ്ങളോടും, സ്വർഗീയമായ സകല തിരിച്ചറിവ്, സ്വർഗീയമായ സകല ജ്ഞാനത്തോടും കൂടെ ഈ ബലഹീനമായ ശരീരത്തിൽ വസിക്കാൻ ഇഷ്ടം തോന്നിയത് പുത്രൻ നമുക്ക് വേണ്ടി സകല പ്രവൃത്തി നിവർത്തിച്ചു പിതാവിന് കടന്നു വരുവാൻ വഴിയൊരുക്കി. യേശുക്രിസ്തുവിന് വരുവാൻ യോഹന്നാൻ വഴിയൊരുക്കി. പിതാവിന് നമ്മളിൽ വസിക്കുവാൻ യേശുക്രിസ്തു വഴിയൊരുക്കി. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്?
സ്തോത്രം. നമുക്ക് എന്നാ പറ്റിയെന്നറിയോ? നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാണെന്നറിയോ? നമ്മൾ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച യേശുവിനെ അല്ല, സ്വർഗവാ. പുത്തനാമരിശിലയം, തങ്കത്തെരുവ്, പിന്നെ ജീവന്റെ വൃക്ഷം, ജീവജല നദി, ഇതാ നമ്മുടെ മുമ്പിൽ കണ്ട. എങ്ങനെയും അവിടെ എത്തണം. കർത്താവിനെ വേണ്ട. നിങ്ങൾ മനസ്സിലായവർ എത്ര പേരുണ്ട്? കർത്താവിനെ അറിയാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ ഭാവന എന്താണ്, സ്വഭാവം എന്താണ്? ഞാന് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും നമ്മൾ ഏലിയാവിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? പല ഉപവാസ പ്രാർത്ഥനകളിലും ഇല്ലേ ചെറിയാച്ചാനെ, പല ഉപവാസ പ്രാർത്ഥനകളിൽ ഇന്നും അങ്ങ് എന്താ പറയാ, ഭയങ്കരമായ ഗ്ലോറിയസ് ആയിട്ട് അങ്ങ് ഭയങ്കര പിക്ചർ കൊടുക്കുന്നത് ഇപ്പോഴും ഏലിയാവിനും ദാവീദിനും ഒക്കെയാ. അവരെ ഞാനിങ്ങനെ ചിന്തിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഒരാളുടെ പ്രസംഗം കേട്ടപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, എടാ, ഈ യേശുക്രിസ്തു ഒരിക്കൽ പോലും ഇവരെ ആരെയും എന്ത് ചെയ്തില്ല? ഇവരെ ആരെയും നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നില്ല. കർത്താവ് മുഴുവനും വെളിപ്പെടുത്തിയത് പിതാവിനെ അല്ലേ ബ്രാഞ്ചാനെ? കർത്താവ് മുഴുവൻ പറഞ്ഞത് പിതാവിനെ കുറിച്ചല്ലേ. തന്നേക്കാൾ വലിയവൻ എന്ന് പറയുന്നു. അത് യഹൂദന് കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാ. കാരണം തന്റെ ആ ദൈവത്വത്തെ അറിയരുത്. അവൻ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ജാതികളോടല്ല, അവന്റെ ജനത്തോടാ. അവന്റെ ജനം അവനെ അറിയാതിരിക്കാനാ ഇങ്ങനെയൊക്കെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവൻ സാക്ഷാൽ ദൈവമാണോ എന്ന് ചോദിച്ചാൽ ഇന്നും മുസ്ലിംസ് പറയുന്നത് അവൻ തന്നെ പറഞ്ഞിട്ടില്ല, ഞാൻ ദൈവമാണെന്ന് അവൻ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞില്ല. സക്കീർ നായിക്കിന്റെ ഏറ്റവും വലിയ വാദം അതാ. അവൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, അവൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. എടാ, അവൻ ദൈവമാണ്, അവൻ കർത്താവാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആമേൻ. കർത്താവ് ശിഷ്യന്മാരുമായിട്ട് അവസാനത്തെ പെസഹ അത്താഴം കഴിക്കുമ്പോൾ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവും ഗുരുവുമായ ഞാൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 2-ാം അധ്യായം 4-ാം വാക്യം വരെ ആമേൻ, എലോഹീം, ദൈവം, ആമേൻ എന്ന് പറയുന്ന ബഹുവചനം ഉപയോഗിക്കുമ്പോൾ പിന്നീടുള്ള കാലത്തിൽ ആദമിനോടുള്ള ബന്ധത്തിൽ മുഴുവൻ വെളിപ്പെടുത്തുന്നത് യഹോവയായ കർത്താവാണ്, യഹോവയായ ദൈവമാണ്. അതാണ് നമ്മുടെ യേശു ക്രിസ്തു, അതാണ് നമ്മുടെ കർത്താവ്, അതാണ് നമ്മുടെ ഗുരു, അതാണ് നമ്മുടെ റബി, അതാണ് നമ്മുടെ മാസ്റ്റർ, അതാണ് നമ്മുടെ മാതൃകാ പുരുഷൻ, അതാണ് നമ്മുടെ വിശ്വാസ നായകൻ. അവനാണ് സകലത്തെയും സകലത്തെയും നിയന്ത്രിക്കുന്നവൻ. അവനാണ് രാജാതി രാജാവ്, അവനാണ് സർവജ്ഞാനി, സർവവല്ലഭൻ. അവനാണ് നമുക്ക് അവനോടാ ബന്ധമുള്ളത്, നമുക്ക് അവനുമായിട്ടാ കാര്യമുള്ളത്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണേ. ഈ പ്രാണനാഥനെ, സ്വർഗത്തെക്കാൾ കൂടുതൽ നീ അറിയേണ്ടത് ഈ പ്രാണനാഥനെയാ. ആമേൻ. നീ പ്രാപിക്കാൻ പോകുന്ന തങ്കത്തെരുവിനേക്കാൾ കാണേണ്ടത് എന്റെ കർത്താവിനെയാ. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ആമേൻ, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവങ്ങൾക്കോ നഗ്നതയ്ക്കോ വാളിനോ ആപത്തിനോ ദൂതന്മാർക്കോ സ്വർഗത്തിനോ നരകത്തിനോ പാതാളത്തിനോ താഴ്ചയ്ക്കോ ഉയർച്ചയ്ക്കോ മരണത്തിനോ ഒന്നിനും ഈ മാസ്റ്ററിൽ നിന്ന്, ഈ റബ്ബിൽ നിന്ന്, ഈ ഗുരുവിൽ നിന്ന്, ഈ സ്നേഹിതൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അല്പകാലത്തേക്കുള്ള ചില ശാരീരിക വാസത്തിൽ വസിക്കുന്നവരെ, നിന്റെ ശരീരത്തിന്റെ അല്പക്ലേശം കണ്ടിട്ട് നീ എൻ്റെ കർത്താവിൽ അവിശ്വസിക്കരുത്. രോഗസൗഖ്യത്തെക്കാൾ ഉപരിയായി ആത്മാവിലൊന്ന് സംസാരിച്ച് ആ കർത്താവുമായിട്ടുള്ള ആമേൻ, സ്വർഗത്തിൽ പോവോ പോവാതിരിക്കുകയോ എന്നുള്ളതല്ല, സ്വർഗത്തെക്കാൾ വലിയവൻ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള തികഞ്ഞ ബോധ്യത്തിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? കർത്താവിനെ സ്നേഹിക്കാൻ തയ്യാറാകുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
അവരുടെ ആരുടെയും നിങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമം ആ ടോട്ടലി എടുത്ത് പഠിച്ചോ, അവരാരും നന്മകൾക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടില്ല. അവരാരും ആമേൻ. കാരണം സുവിശേഷം ആദ്യമായി ചെന്നിടത്തല്ല, സുവിശേഷം ആദ്യമായി ചെന്നിടത്തല്ല യേശുക്രിസ്തു തന്റെ അടുക്കൽ വന്നവരെ എല്ലാം സൗഖ്യമാക്കിയതെന്ന് പറയുന്നത് ആ ഒരു ജനത്തെ ഒരുക്കാനാ വന്നത്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ് ഞാൻ എൻ്റെ മക്കളുടെ അടുക്കലേക്കാ വന്നേ, ഞാൻ സ്വന്തമായവരിലേക്കാ വന്നേ, ഞാൻ അവരുടെ രക്ഷയ്ക്ക് വന്നതാ, ഞാൻ അവർക്ക് വേണ്ടി വന്നതാ. പക്ഷെ അവര് തള്ളിക്കളഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു? വഴിത്തലയ്ക്ക് നമുക്ക് ഇത് കൃപയാ കിട്ടിയതാ ചെറിയാച്ചാന്. എന്നാ കൃപയാ, എന്നാ സ്നേഹം. അതാണ് എടാ ആ പ്രഭുക്കന്മാര് വിശ്വസിക്കാത്തതാ എബ്രാൻചാനെ. നമുക്ക് വിശ്വസിക്കാൻ കർത്താവ് കാണിച്ച കരുണ. ആ അതുകൊണ്ട് പറയാം, ഞാൻ ഇനി അവരുടെ പാവം ഓർക്കത്തില്ല. ഞാൻ ഇനി പ്രൈസ് ഗോഡ്, ഞാൻ ഒരിക്കലും സങ്കടപ്പെടുന്നില്ല. മനുഷ്യൻ ജനിക്കുന്നത് മുതൽ തന്നെ അവൻ എന്ത് ചെയ്യുന്നു? പ്രൈസ് അല്ലോ, അവന്റെ പ്രകൃതി പാപകരമാണ്. എത്ര അവൻ തന്നെ തന്നെ ഒരുക്കാൻ ശ്രമിച്ചാലും പാപത്തിന്റെ കണി അവനിൽ വരാതിരിക്കുന്നില്ല. പക്ഷേ ആ പാപം പെരുകാതിരിക്കേണ്ടതിന്, ആ പാപം നിന്റെ സന്തോഷത്തെ കെടുത്താതിരിക്കേണ്ടതിന്, ആ പാപം നിന്നെ ബലഹീനപ്പെടുത്താതിരിക്കേണ്ടതിന് അവൻ തന്റെ കൃപയുടെ മഹത്വത്താൽ നിന്നെ പൊതിയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആ കൃപയെ ധാരാളം പ്രാപിക്കും തോറും ആമേൻ, പാപം നിന്നിൽ പെരുകാതിരിക്കുന്നു. കൃപ ധാരാളം നിന്നിൽ വസിക്കേണ്ടതിന് നീ പ്രാർത്ഥിക്കണം. കർത്താവെ, എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവെ, അങ്ങയുടെ കൂടെ നടക്കാനുള്ള കൃപ തരണം, അങ്ങയെ പോലെ ചിന്തിക്കാനുള്ള കൃപ തരണം, അങ്ങയെ പോലെ സംസാരിക്കാനുള്ള കൃപ തരണം. എനിക്ക് ദാവീദിന്റെ ഹൃദയം അല്ല വേണ്ടത്, എനിക്ക് യേശുവിന്റെ ഹൃദയമാണ് വേണ്ടത്. ഹല്ലേലൂയ. പലരും പ്രാർത്ഥിക്കാറുണ്ട് ബീനാൻറ്റി, കർത്താവേ എന്നെ ഞാനും അറിവില്ലാത്ത കാലത്ത് അങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നല്ലോ. ചിലപ്പോ ഞാൻ ദാവീദിനെ കുറിച്ചൊക്കെ പഠിച്ച അവന്റെ അവസാന ഘട്ടത്തിലൊക്കെ ദൈവം പോലും അവനോട് കോപിക്കത്തക്ക വിധത്തിൽ ചില തീരുമാനങ്ങൾ അവൻ എടുക്കുന്നുണ്ട്. അത് മാത്രമാണോ, അവൻ അവസാനം അവന്റെ മോനെ രാജ്യത്വം ഏൽപ്പിക്കുമ്പോൾ ആ യോബാബിനെയൊക്കെ വെട്ടിക്കൊല്ലാൻ പറയുന്ന അനുഭവം കണ്ടോ? ശിമയെയൊക്കെ തകർക്കാൻ പറയുന്നതിന്റെ അവസ്ഥ കണ്ടോ? ശരിയാ, പക്ഷെ ഞാനാണ് ഈ ചെയ്യത്തില്ല കേട്ടോ. ഇന്നത്തെ എന്റെ നിലപാടനുസരിച്ച് ഞാൻ എന്ത് ചെയ്യത്തില്ല. അവൻ കഴിഞ്ഞ കാലങ്ങൾ ദോഷം ചെയ്തെങ്കിൽ, ഈ കുറച്ചു കാലം മുമ്പേ അവൻ പാടിയത് ദൈവം ശപിച്ചെങ്കിൽ അവൻ ശപിക്കട്ടെ, ദൈവം ഇത് ചെയ്തെങ്കിൽ, എന്നിട്ട് മകനോട് പറഞ്ഞതായിട്ട് അവനെ ഒന്നും വാഴ്ചേക്കരുത്, അവനൊന്നും സ്വസ്ഥതയോടെ എന്ത് ചെയ്യല്ല പാതാളത്തിലേക്ക്. ഈ മനസ്സിനെ നമുക്ക് കർത്താവിനുണ്ടോ ഈ മനസ്സ്? നിങ്ങൾ എവിടെ കിടന്നായി ചിന്തിക്കുന്നത്? നിങ്ങൾ എത്ര പേര് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ തെറ്റാകട്ടോ. സ്തോത്രം. കർത്താവിന്റെ തീരുമാനങ്ങളും കർത്താവിന്റെ വ്യവസ്ഥകളും പഴയ നിയമ കാലത്തിൽ നിന്ന് അവർക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇന്നും കർത്താവിനെ അവർ അംഗീകരിക്കുന്നില്ല. കാരണം അവര് ചിന്തിച്ചതല്ല കർത്താവ് ചിന്തിച്ചത്, അവര് പഠിച്ചതല്ല കർത്താവ് പഠിപ്പിച്ചത്. ആമേൻ. അവര് പോയതിലൂടെ അല്ല കർത്താവ് പോയത്. പ്രൈസ് ദി ലോർഡ്. അവര് ശബത്തെ എന്ന് പറയുന്നത് വിരൽ അനങ്ങരുത്, ശ്വാസം വിടരുത്, ആമേൻ, ഇങ്ങനെ എന്താ പറയാ, മുട്ടയ്ക്കകത്തിരിക്കുന്ന കുഞ്ഞിനെ പോലെ ഇങ്ങനെ ഇരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചത്. പക്ഷെ ക്രിസ്തു ഇങ്ങോട്ട് പറഞ്ഞു, എടാ ശബത്ത് ഇതല്ലടാ, ശബത്ത് സ്വസ്ഥതയുടെ ദിവസമാടാ, ശബത്ത് സന്തോഷത്തിന്റെ ദിവസമാടാ, ശബത്ത് ബലഹീനതകളെ മാറ്റുന്ന ദിവസമാടാ. ശബത്ത് സൗഖ്യമാക്കി ഒരു ജനം സ്വസ്ഥതയില്ലാതിരിക്കുമ്പോൾ അവനിലേക്ക് സൗഖ്യം പകർന്ന് യഥാർത്ഥ ശബത്തിന്റെ ആ സന്തോഷം അവൻ അനുഭവിക്കേണ്ടതിന് കർത്താവ് ആഗ്രഹിച്ചു. 18 സംവത്സരവും ഒരു പരിഭവമോ പരാതിയോ ഇല്ലാതെ ആ പുള്ളിക്കാരത്തിയുടെയൊക്കെ ഗതി നമുക്കായിരുന്നു. ഈ ബീനാൻറ്റി, നമ്മൾ എത്ര പേര്, ഞാനാണ് എനിക്കിപ്പോ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഭയങ്കര സന്തോഷം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് ഇവിടെ വന്നത്. കാരണം എനിക്ക് ശാരീരികമായി നോക്കിയാൽ ഒരു ബലവുമില്ല. പക്ഷെ എൻ്റെ ആത്മാവിൽ എനിക്ക് തന്നിരിക്കുന്ന ഈ ശുശ്രൂഷയെ കുറിച്ചുള്ള സന്തോഷം കൊണ്ടാകട്ടോ ഞാൻ ബലത്തോടെ ഇരുന്ന് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും എനിക്ക് വല്ല ബലഹീനത ഉണ്ടോന്ന്. പക്ഷെ എൻ്റെ തൊണ്ട അനക്കാൻ പറ്റാത്ത വേദന
ആരാധനയും കപക്കെട്ടുവാ. പക്ഷെ അതൊന്നും അല്ല എന്റെ വിഷയം. എന്നെ പ്രാപ്തനാക്കുന്ന ഒരു കർത്താവ്. എന്തിനു വേണ്ടി? ആമേൻ. ഈ സൂം മീറ്റിംഗിൽ ഫ്ലാറ്റ് റൂമിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ആത്മാവിൽ ബലം ധരിക്കുമ്പോൾ അതെന്റെ ബലമായി മാറുക, അതെന്റെ സന്തോഷമായി മാറുക. യാഥാർത്ഥ്യമായ സത്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക. കുഞ്ഞുങ്ങളെ, ആമേൻ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ ശരീരം ബലഹീനമാണെങ്കിലും നമ്മുടെ സ്വസ്ഥതയ്ക്കുള്ള സന്തോഷത്തിനുള്ള എല്ലാം എന്നാന്നറിയോ? ആ സന്തോഷം, ഹല്ലേലൂയ, ശരീരത്തിന്റെ പുറമേ നോക്കുമ്പോൾ സൗഖ്യമില്ല. പ്രായമായി ചിലർ പറയാറുണ്ട്, ഫാസ്റ്റേ പ്രാർത്ഥിക്കണം കേട്ടോ, പ്രഷർ മാറാൻ, ഷുഗർ മാറാൻ, അത് മാറാൻ, ഇത് മാറാൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആമേൻ, നമ്മുടെ പ്രായാധിക്യത്തിൽ ശരീരം അതിന്റെ ബലഹീനതയിലേക്ക് പോകും. അതിനെ ഓർത്ത് ദുഃഖിക്കുകയാണോ വേണ്ടത്? കർത്താവെ, എനിക്ക് അമേരിക്കയിൽ ഒരു ആന്റി ഉണ്ട് കേട്ടോ, എൻ്റെ ബന്ധുക്കളൊന്നുമല്ല, കർത്താവിന്റെ രക്തത്താലുള്ള ബന്ധമാണ്. ആന്റി മർത്തോമക്കാരിയായിരുന്നു, പക്ഷെ വിശ്വാസത്തിൽ വന്നു. പക്ഷെ ആന്റി എന്നോട് എപ്പോഴും പറയും, എൻ്റെ പൊന്നു പാസ്റ്റേ, എനിക്ക് വേണ്ടി ഒറ്റ കാര്യത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും ആമേൻ പ്രയാസം വരുതാതെ ഈ ജീവനോട് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹാ അനികുഞ്ഞ് എബ്രഹാം പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ്. കർത്താവെ, ഇങ്ങനെ ശുശ്രൂഷിച്ച് വചനം ശുശ്രൂഷിക്കുമ്പോൾ, ഹല്ലേലൂയ. കാരണം എന്നാന്നറിയാമോ? ഞാൻ ഇപ്പോഴും, നമ്മൾ ഓരോരുത്തരും, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും ഇരിക്കുന്നത് അവന്റെ കൂടെയാണ്. ഓരോ വ്യക്തികളും അനുഭവിക്കുന്നത് അവന്റെ ആത്മാവിനെയാണ്. ആ ആത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ആ കണ്ടോ, പിന്നെ ദൈവരാജ്യം, രോഗസൗഖ്യം, ശരീരത്തിന്റെ ബലം, പ്രഷർ ഇല്ലാത്തത്, ഷുഗർ ഇല്ലാത്തത് നല്ല പറഞ്ഞത്. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. അതൊക്കെ നിങ്ങൾക്ക് ബലഹീനത വരുത്തുന്ന ഒരു കാലമുണ്ട്. നിങ്ങളുടെ ബലമുള്ള അസ്ഥികൾ കുനിയുന്ന കാലമുണ്ട്, നരയ്ക്കുന്ന കാലമുണ്ട്, രോചനക്കുരു ഫലിക്കാത്ത സമയമുണ്ട്, ആമേൻ, കണ്ണുകൾ മങ്ങുന്ന സമയമുണ്ട്. പക്ഷെ കണ്ണ് മങ്ങിയാലും സ്തോത്രം, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? നമ്മൾ അങ്ങ് മോശയോടുകൂടെ അങ്ങ് സദൃശ്യപ്പെടുത്തും. പുള്ളിക്കാരൻ മരിച്ചപ്പോ കണ്ണ് മങ്ങിയില്ല, അതുകൊണ്ട് എനിക്കും എന്തോ ചെയ്യണം? ഇത് ആവശ്യമില്ലാത്ത കാര്യമില്ലയോ? പുള്ളിക്കാരൻ ഉപവസിച്ചപ്പോ, എന്റെ എബ്രാഞ്ചാനെ പുള്ളി ഉപവസിച്ചപ്പോ പച്ചവെള്ളം പോലും കുടിക്കാതെ 40 ദിവസം ഇരുന്ന്. ഇന്നത്തെ ഉപദേശിമാർ ഏതിരിക്കും? ഈ പ്രസംഗിക്കുന്ന ഞാനും ഇരിക്കത്തില്ല. ചെറിയാച്ചാനൊന്ന് നമുക്കൊന്ന് ഇരിക്കാമോ? 40 ദിവസം പച്ചവെള്ളം പോലും കുടിക്കുക. അത് മാത്രമല്ല, ദൈവത്തിന്റെ തേജസ്സിനെ അതുപോലെ എന്നിട്ട് ഇന്നുള്ള ഉപദേശിമാരും അല്ലെങ്കിൽ അച്ചാച്ചന്മാരും അമ്മച്ചിമാരും പ്രാർത്ഥിക്കുക, എനിക്ക് മോശയുടെ കണ്ണ് മങ്ങാതിരുന്നത് പോലെ എന്റെ കണ്ണ് മങ്ങണമെന്ന്. എന്നാ പിന്നെ ഇത്രയും കണ്ടുപിടുത്തങ്ങളൊന്നും വേണ്ടായിരുന്നല്ലോ. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ സ്ഥലകാല സന്ദർഭങ്ങളെ, ഓരോ കാലഘട്ടങ്ങളെയും അതിൻ്റെതായ നിലയിൽ നമ്മൾ മനസ്സിലാക്കി വേണം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഇന്ന് നിങ്ങൾ സന്തോഷിക്കേണ്ടത് അവന്റെ രാജ്യത്തിലും നീതിയിലും അവന്റെ പരിശുദ്ധാത്മാവിലും നിങ്ങൾ സന്തോഷിക്കാൻ നിങ്ങളെ അഭ്യസിക്കുക. ആ പരിശുദ്ധാത്മാവിന്റെ അതിനെന്ത് ചെയ്യണം? നമ്മൾ പറയണം, മേരിക്കുട്ടുമാമേ, എന്തോ പറയേണ്ടത്? പുത്രനിൽ വ്യാപരിച്ച, കണ്ടോ, പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവിന്റെ ശക്തി. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാനുള്ള വാക്യമാ, പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ അതേ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ആ ശക്തിയിലൊന്ന് ആശ്രയിച്ചേ, കർത്താവെ ബലം നൽകണേ. ആമേൻ. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ ഗ്രേസ് മാമി, ആമേൻ, മുട്ടിനൊക്കെ വേദനയുണ്ട്, പക്ഷേ താണ്ട ശ്വാസം വിടുന്നിടത്ത് ഒരു തടസ്സവും ഇല്ല. സ്തോത്രം. ഇന്ന് വെള്ളം കുടിച്ചോ? രാവിലെ എഴുന്നേറ്റ് ലീലമാമേ, അമ്മോ, വെള്ളം കുടിച്ചോ രാവിലെ? ഫ്രൈസലോ. ഇന്നലെ രാത്രി ആഹാരം അല്പമേ കഴിക്കാൻ പറ്റുള്ളെങ്കിലും ആമേൻ ലിമിറ്റൊക്കെ വെച്ചാ കഴിക്കുന്നതിനും കഴിച്ചില്ലയോ? രാത്രി സുഖകരമായി ഉറങ്ങിയില്ലേ? പ്രഭാതത്തിൽ എൻ്റെ കൂടെ വസിക്കുന്നവനെ ആരാധിക്കാൻ എന്നെ എഴുന്നേൽപ്പിച്ചില്ലേ? ഈ സന്തോഷമല്ലേ നമുക്ക് വേണ്ടത്? നമ്മൾ എന്തിനാ 10 ദിവസം അപ്പുറം പോയി ചിന്തിച്ച് വ്യാകുലപ്പെടുന്നേ? നമ്മൾ ഇവിടെ ഇന്ന് പിന്നെ ഫെബ്രുവരി, എനിക്ക് തോന്നുന്നു ഇന്ന്
എത്ര ഡേറ്റ്? ഇന്ന് 7 ഡേറ്റ്. നമ്മൾ 30 28 ചിന്തിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന 80% പെന്തിക്കോസുകാരും. മനസ്സിലായോ? കർത്താവ് പറഞ്ഞു, അന്നെന്നുള്ള ദോഷത്തിന് അന്നെന്നുള്ള ദിവസത്തെ ചിന്തിക്കുക, അന്നെന്നുള്ള ദിവസത്തിന്റെ കാര്യം കണക്ക് തീർക്കുക, അന്നെന്നുള്ള ദിവസം തരുന്ന സന്തോഷത്തെ നിങ്ങൾ പിടിക്കുക. പ്രൈസ് ദ ലോർഡ്. യാക്കോബ് പറയുമ്പോ പ്രത്യേകം പറഞ്ഞ കേട്ടോ, നിങ്ങൾ അഹങ്കരിക്കുക, നിങ്ങൾ അഹങ്കാരത്തോട് പറയുക, ഞാൻ വരും, ഞാൻ ചെയ്യും, ഞാൻ അങ്ങനെ പോകും, ബിസിനസ് നടത്തും, ഞാൻ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് യാക്കോബ് പറയുക, നിങ്ങൾ ദൈവത്തെ വെല്ലുവിളിക്കുകയല്ലേ? ദൈവം അനുവദിച്ചാൽ വരുമെന്നല്ലേ പറയണ്ടേ? ദൈവം അനുവദിച്ചാൽ ചെയ്യും, ദൈവം അനുവദിച്ചാൽ നാളെ പ്രഭാതം കാണും, ദൈവം അനുവദിച്ചാൽ ഇന്ന് അടുത്ത നിമിഷത്തിൽ കാണും, ദൈവം അനുവദിച്ചാൽ. പ്രൈസ് ഗോഡ്. ഞാൻ ചിന്തിക്കുക, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മുംബൈയിൽ നടന്ന ഫ്ലൈറ്റ് ആക്സിഡന്റ് കഴിഞ്ഞില്ലേ, നമ്മുടെ പവാർ മരിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇതിനു മുമ്പേ നമ്മുടെ ഗുജറാത്തിലെ ആ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട അതേ ആഴ്ചയിൽ ഞാൻ മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് ഫ്ലൈറ്റിൽ കയറി, ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് അത്യാവശ്യമായിട്ട് കേരളത്തിൽ എത്തണമായിരുന്നു. നിങ്ങൾ അറിയണോ, ഞാൻ അവിടുന്ന് കയറിയപ്പോഴേ എൻ്റെ ഹൃദയം പറഞ്ഞു, ഇന്ന് ഈ ഫ്ലൈറ്റ് എന്നെ അന്നേരം ഭരിക്കുകയല്ല, എന്നെ ചിന്തിച്ചത് ഗുജറാത്തിലെ ഇതാണ്. പ്രത്യേകിച്ച് ഈ എയർ ഇന്ത്യക്കും ഇന്ത്യക്കും ഒക്കെ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ ഭയത്തോടെ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആക്കി തീർത്തു. പ്രൈസലോ. പക്ഷേ എവിടെയും സംഭവിക്കാം. ഓക്കെ, പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ അങ്ങനെ ചിന്തിച്ച് എൻ്റെ ഗ്രേസ് മാമയെ ഞാൻ ആ ഫ്ലൈറ്റിൽ കയറി കേട്ടോ. അന്ന് കൊച്ചി വന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഇറങ്ങി വന്ന ഫ്ലൈറ്റ് അടുത്ത 1 സെക്കൻഡിന് ലാൻഡ് ചെയ്യേണ്ട സാധനം ലാൻഡ് ചെയ്യാൻ കഴിയാതെ അവിടുന്ന് പറന്നുയർന്ന് എവിടോട്ടായി ഫ്ലൈറ്റ് പോകുന്നതെന്ന് അറിയാൻ കഴിയാത്ത തലത്തിൽ ആ ഫ്ലൈറ്റ് വീണ്ടും ഇത് ചെയ്തു. ആ ഫ്ലൈറ്റിലിരുന്ന സകലരും ഭയപ്പെട്ടു, സകലരും നിലവിളിച്ചു. ആ ഫ്ലൈറ്റ് അന്ന് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. 2 പ്രാവശ്യം ശ്രമിച്ചു, ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. മഴയും കാറ്റും നിമിത്തം ആ ഫ്ലൈറ്റ് എങ്ങോട്ടോ പോയി. ഞങ്ങളെല്ലാം തീരുമാനിച്ചു, ഗുജറാത്തിലെ സംഭവം ആവർത്തിക്കപ്പെടാൻ പോവുക, ഇത് എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും ബിൽഡിങ്ങിൽ ഇടിക്കാൻ പോവുക. പക്ഷേ കർത്താവിന്റെ വാഗ്ദത്തം എൻ്റെ മേലുള്ളത് കൊണ്ട് ജീവനോടെ എന്നെ ശേഷിപ്പിച്ച ദൈവത്തിന് സ്തോത്രം. അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര നമ്മൾ ഈ ഉപവാസത്തോടൊക്കെ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഷുഗറൊക്കെ എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പുമായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങനത്തെ അവസ്ഥയിൽ ഇങ്ങനെയുള്ള അവസ്ഥയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? നേരെ അത് കോയമ്പത്തൂരിൽ ചെന്ന് എൻ്റെ ചെറിയാച്ചാനെ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച് അവിടുന്ന് ആവശ്യത്തിലേറെ ഭക്ഷണവും എല്ലാം തന്നു വിശപ്പും അടക്കി വെച്ച് കൊച്ചി കൊണ്ടിറക്കി. അല്ലെങ്കിൽ ആ ആഹാരവും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരു ഭാഗത്ത് നമ്മൾ ഭയപ്പെടുന്നു, മറുഭാഗത്ത് നമ്മെ പോറ്റി പുലർത്തുന്നവൻ. ഹല്ലേലൂയ. ഈ പകൽക്കാലം മനസ്സിലായവർ എത്ര പേരുണ്ട്? സന്തോഷത്തോടു കൂടെ ആയിരിക്കും. നിങ്ങൾ കർത്താവിനെ നിങ്ങളിൽ വസിക്കുന്ന ആ നല്ല കർത്താവിനെ, അതിന്റെ ആ മഹത്വത്തോടു കൂടെ നിങ്ങൾ അതിനെ നിങ്ങളുടെ ഈ ഹൃദയത്തിൽ വെക്ക്. നിങ്ങൾ ആ ആത്മാവിൽ ആ ചിന്ത, ആ ഒരു പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഞാൻ ഇന്ന് 12:30 എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു ബീനാൻറ്റി. കാരണം കർത്താവ് ഇന്ന് എന്തുവാ പ്രസംഗിക്കേണ്ടത്? പ്രസംഗ വിഷയം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് അനുഗ്രഹമായ ഒരു വിഷയം ദൈവം തരട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോടല്ലേ ഞാൻ സംസാരിക്കുന്നത്. അപ്പോ കർത്താവ് എന്താ, അന്നേരം കർത്താവ് പറയാ, നമ്മള് വാനോളം കഴിഞ്ഞ രാത്രിയിൽ ഒരു പ്രസംഗത്തിന് പോയപ്പോ ഒരു കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ പകലില് ദാവീദിനെ അങ്ങ് വാനോളം ദാവീദ് 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 ദാവീദ്. ഞാൻ എന്തായാലും ചിന്തിക്കുക, അതിന്റെ ഒരു 2 വാക്കെങ്കിലും യേശുവിനെ പറഞ്ഞായിരുന്നു. നമ്മുടെ കത്തോലിക്കന്റെ വിശ്വാസം പോലെ അവർക്ക് യേശുവിനെ വേണ്ട, മറിയേ മതി. മറിയ വിട്ടിട്ടുള്ള പരിപാടി യാക്കോക്കാർക്കും കത്തോലിക്കർക്കും ഇല്ല. യേശുവിനെ വേണ്ട.
പണ്ട് പിന്നെ ഏറ്റവും ഒരു അറിവുമില്ലാത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യനെ എന്ത് ചെയ്തു? കപ്പ്യാര് കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയാണ്. പുള്ളിവാണന്മാരെ പരിചയപ്പെടുത്തുക. ആദ്യം യോസേപ്പിനെ പരിചയപ്പെടുത്തി. ഇതാണ് നമ്മുടെ ഈശോ മശിഹായുടെ അപ്പനായ യോസേപ്പ്. ഇതാണ്. പുള്ളി വണങ്ങി. ഈ പാവപ്പെട്ടവൻ, അക്ഷരവിദ്യാഭ്യാസം ഇല്ലാത്തവൻ വണങ്ങി. രണ്ടാമത് കാണിച്ചത് മറിയയാണ് കാണിച്ചത്. ഇതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട ആ യേശുവിന്റെ അമ്മയായ മറിയ എന്നൊക്കെ പറഞ്ഞ് അവൻ അതിനെയും വണങ്ങി. മൂന്നാമത് കാണിച്ചത് യേശുവിനെയാ കേട്ടോ ചെറിയച്ചായ. യേശു ഇങ്ങനെ ക്രൂശിൽ തൂങ്ങിക്കിടക്ക്. ഇതാണ് മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ട യേശുക്രിസ്തു എന്ന് പറഞ്ഞ പറയാ. അവൻ അങ്ങനെ തന്നെ വരണം. അവനെ മൂന്നാണികളിൽ തറച്ചാ പോരാ, അവനെ എന്ത് ചെയ്യണം? മനസ്സിലായോ? ഇത്രയാണ് ചിലരുടെ വിവരങ്ങൾ എന്ന് പറയുന്നത്. നാം യേശുക്രിസ്തുവിനെ നന്നായിട്ട് അറിയുമ്പോൾ കേട്ടോ, യഹൂദന്മാരുടെ ഒരു അഹങ്കാരമായിരുന്നു അബ്രഹാം പിതാവ് എന്ന് പറയുന്നത്. ആയിരുന്നോ ബീനാൻറ്റി? യഹൂദന്മാരുടെ ഒരു അഹങ്കാരമായിരുന്നു അബ്രഹാം, മോശ, ദാവീദ്. ഈ മൂന്ന് പേര്. യഹൂദ ജനത്തിന്റെ ഏതൊരു കാലത്തും അവര് ഉയർത്തിക്കൊണ്ട് വന്നിരുന്നത്, ഏത് ചോദ്യങ്ങൾക്കും അവര് ചെയ്തിരുന്നത് ഈ മൂന്ന് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷേ യോഹന്നാൻ സ്നാപകൻ അബ്രഹാമിന്റെ കൊമ്പൊടിപ്പിച്ചേച്ച് പറഞ്ഞു, അബ്രഹാം നിനക്ക് പിതാവായിട്ടുണ്ടെന്ന് ചിന്തിച്ച് നീ അഹങ്കരിക്കണ്ട. പക്ഷേ അവനേക്കാളും വലിയവൻ ഒരുവൻ വരുന്നുണ്ട്. അവൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായി വരുന്നുണ്ട്. അവനൊരു ഗുണമുണ്ട് കേട്ടോ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ചില ദൈവമക്കളോട് പറയുക, ബീനാൻറ്റി, ചില ദൈവമക്കളോട് എന്താ പറയാ, ഉറപ്പിച്ചു പറയുക, നിന്റെ ചുറ്റുപാടുകളെ നോക്കി കേട്ടോ, നോക്കുമ്പോൾ ജീവനില്ലാത്ത പലതും നീ കാണുന്നു. പക്ഷെ അതിനെ കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ യോഹന്നാൻ പറയുക, എടാ, നിന്റെ അഹങ്കാരമായ അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കാൻ കഴിയുന്നവനാണ് ആമേൻ എന്റെ പിന്നാലെ വരുന്നവൻ. ഇന്ന് പകൽക്കാലം വളരെ വളരെ എൻ്റെ ഹൃദയം അങ്ങ് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയുക, കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ പരിമിതി, കർത്താവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയാത്തത്, കർത്താവിനെ നമുക്ക് അതുപോലെ അറിയാൻ കഴിയാത്ത ഒരവസ്ഥ. പ്രൈസലോ. അവൻ പാപികളെ രക്ഷിപ്പാൻ വന്നതാണ്, ഇനി മടങ്ങി വരും. ഇതൊക്കെ അല്ലാതെ ആ കർത്താവിന്റെ പ്രാക്ടിക്കലി, അല്ലെങ്കിൽ അവൻ ഇന്നും അന്നും എന്നും അനന്യനെന്ന് പറയുമ്പോൾ അത് ആ കർത്താവിന്റെ എന്ന് പറഞ്ഞ ഒരിക്കലും മാറ്റി നിർത്തേണ്ട ഒരാളല്ല യേശു കേട്ടോ. അല്ലാതെ ഒരു വരവിന്റെ സമയത്ത് മാത്രം കാണുന്ന യേശുവിനെ അല്ല നിങ്ങൾ കാണേണ്ടത്. യേശു ഇപ്പോഴേ വ്യാപരിക്കുന്നവനാണ്, ഇപ്പോഴും നമ്മൾ വസിക്കുന്നവനാണെന്ന് കാണുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ എന്തിനാ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വെക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. അത് തന്നെയല്ലായിരുന്നു ശിഷ്യന്മാർക്കുള്ള ആറ്റിറ്റ്യൂഡ്. കർത്താവേ, തോമസ് പറയുന്നത് കേട്ടോ, കർത്താവേ, ആ പിതാവിനെ ആ വഴിയൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണേ. അതല്ലേ അവർ ഇത്രയും 3.5 വർഷക്കാലം കൂടെ നടന്നിട്ട് അന്നേരം തോമസ് പറയാ, എടാ തോമാച്ചാ, ഞാനാടാ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഇന്നും കർത്താവ് അനന്യനല്ലേ? ലീലമാൻറ്റി, ഇന്നും കർത്താവ്, ലീലമാൻറ്റി, എല്ലാവരും ഒന്ന് ചിന്തിച്ചേ. ഇന്നും കർത്താവ് വസിക്കുന്നില്ലേ? ഇന്നും കർത്താവ് നടക്കുന്നില്ലേ നമ്മുടെ കൂടെ? ഇന്നും നമ്മൾ കർത്താവിന്റെ കരത്തിലല്ലേ? നമ്മൾ എന്തിനാ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് യേശുവിനെ മാറ്റി നിർത്തുന്നത്? യേശു ഏതാണ്ട് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനാക്കി നമ്മൾ അവിടെ എന്തിനാ കർത്താവിനെ ഇരുത്തുന്നേ? അതേ കർത്താവ് നമ്മുടെ കൂടെ വസിക്കുക. കർത്താവ് പറഞ്ഞു കേക്ക്, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാൻ അവിടെ നടുവിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പൊ താണ്ട ഗ്രേസ് മാമി എബ്രഹാം ചാനും ഇരിക്കുന്നു, 2 പേര്. അവരുടെ നടുവിൽ ആരുണ്ട്? എന്താ അങ്ങനെ ഒരു സന്തോഷം നമ്മളിൽ വരാത്തത്? അപ്പോൾ നമ്മൾ ചിന്തിക്കട്ടെ, നമ്മൾ പാതാളത്തിലാണെന്നിരിക്കട്ടെ, നമ്മൾ ഏറ്റവും
കൂരിരുണ്ട താഴ്വരയിലാണെന്നിരിക്കട്ടെ, അവിടെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വടിയും കോലും കയ്യിലുള്ള കർത്താവ് ഇന്നും നമ്മുടെ കൂടെ വസിക്കുന്നെന്നുള്ള സന്തോഷം എന്താ വസിക്കാത്തത്? യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ ആരാധിക്കാൻ തോന്നുന്നുണ്ടോ? ഷാലി പീറ്റ്, ആമേൻ, ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ സിനിമോൾ? ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ സീതമാമി? പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ട് നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നില്ല? എന്തുകൊണ്ട്? ഹല്ലേലൂയ. എന്തുകൊണ്ട് ആ ഒരു സന്തോഷം? അങ്ങനെ ആവുമ്പോ എൻ്റെ എലിമാമേ, നമുക്ക് കണ്ണുനീരോടുകൂടെ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളെക്കാൾ ഉപരിയായി കർത്താവിനെ അറിയാനുള്ള ആഴമായ ഒരു ആഗ്രഹം, ദാഹം, സന്തോഷം നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യും? എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് ആമേൻ ആഴമായ അറിവുകളിലേക്ക് നമ്മളെ നടത്തും. ബിന്ദു, ബൈജു, പ്രൈസ് ഗോഡ്. ആഴമായ ഒരു സാന്നിധ്യം, ആഴമായ ഒരു കാര്യം. അപ്പൊ തന്നെ ഞാൻ പറയട്ടെ, ശരീരം ബലഹീനമാ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് ബലഹീനത കൊണ്ട്, ബലഹീനതയാ, പക്ഷെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എൻ്റെ കൂടെ നിൽക്കുക. ഈ ഞാൻ കേട്ടോ ചെറിയച്ചാനെ, ഈ പ്രയാസം എല്ലാം താൻ അനുഭവിക്കുമ്പോഴും എന്ന് കേട്ടെ, ഈ 14 ദിവസം അവൻ ഉപവസിക്കാതെ പട്ടിണി ഇരിക്കാനുള്ള ബലം അവന്റെ ശരീരത്തിനുണ്ടായിരുന്നോ? അല്ലയോ? എവിടാ? റോമിലേക്ക് പോകുമ്പോ ഈശാനമൂലൻ അടിച്ച് അവർക്ക് രക്ഷ പ്രാപിക്കാൻ അവസാനം കിട്ടിയ പലക കഷ്ണമൊക്കെ അല്ലയോ അമേൻ ഗ്രേസ് മാമേ? അല്ലേ? ശരീരം ഭയങ്കര ബലഹീനമാ. ഹലോ, സ്തോത്രം. സാത്താൻ എന്ത് ചെയ്യുക? യഹൂദനാണെങ്കിൽ എവിടെല്ലാം കിട്ടിയാലും അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. സാത്താൻ കുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ 14 ദിവസം ഈശാനമൂലൻ അടിക്കുന്നതിന് മുമ്പേ കേട്ടോ എബ്രാച്ചാനെ, ദൂതന്മാരല്ല അവന്റെ അടുക്കെ വന്നേ. ദൈവരാജ്യത്തിന്റെ ഉടമസ്ഥനായ യേശു ക്രിസ്തുവിന്റെ അടുക്കെ വന്നേച്ച് പറഞ്ഞു, ഈ 276 പേരെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുക. ഇതിൻ്റെ ഒരു പ്രാണൻ പോലും എന്ത് ചെയ്യത്തില്ല, ഒരു കാറ്റിനും എടുത്തു കളയാൻ കഴിയത്തില്ല, ഒരു വെള്ളത്തിനും എടുത്തു കഴിയാൻ കഴിയത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നീ വലിയ പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും നിന്റെ ആത്മ മനുഷ്യൻ ശക്തിയോട് എഴുന്നേറ്റു പറയണം, ആമേൻ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഞാൻ പട്ടിണിയാ, പക്ഷേ ഇന്ന് പകലിൽ സ്തോത്രം ചെയ്യാൻ ബലം ലഭിച്ചവർ കർത്താവിന് മഹത്വം കൊടുത്തേ. സ്തോത്രം ചെയ്യാൻ, ആ കർത്താവിനെ സ്നേഹിക്കാൻ, ആ സ്നേഹത്തിന്റെ മനസ്സ് തന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദ ലോർഡ്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആ കരമുയർത്താൻ ബലം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. കണ്ണടച്ച് കർത്താവിനെ കാണാനുള്ള ആഗ്രഹം തന്ന ആ കൃപയോർത്തൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ദൈവകൃപ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരിൽ ശക്തമായി കർത്താവിനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ കാറ്റാരെന്ന് വെച്ചാൽ ദിക്കറിയാമോ? എവിടേക്കാ പോകുന്നെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കപ്പിത്താൻ അറിയത്തില്ല, കപ്പൽ ഉടമസ്ഥൻ അറിയത്തില്ല, അവരുടെ കൂടെ സഞ്ചരിക്കുന്ന പടയാളികൾക്ക് അറിയത്തില്ല, കൂടെയുള്ളവർക്ക് അറിയത്തില്ല. പക്ഷെ പൗലോസിനൊന്നറിയാം. സ്തോത്രം. ഈ പോകുന്ന സാഹചര്യങ്ങളൊക്കെ എനിക്ക് പ്രതികൂലമാണെങ്കിലും ഈ പ്രതികൂലത്തെ ജയിച്ച ഒരുവനുണ്ട്. ഈ പ്രതികൂലത്തെ ജയിച്ചവൻ, എൻ്റെ ബലഹീനതകളിലൂടെ കടന്നുപോയി ജയം പ്രാപിച്ചവൻ ഒരുവനുണ്ട്. അവൻ എന്നോട് പറഞ്ഞതാ നീ റോമിൽ നിൽക്കേണ്ടവനാണ്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായി ദൂത് പറയുന്നു. ആമേൻ. നീ കാണേണ്ടത് കാണാതെ, നീ കേൾക്കേണ്ടത് കേൾക്കാതെ, ആമേൻ, നീ ചെന്നെത്തേണ്ടിടത്തൊക്കെ ചെന്നെത്താതെ, നീ പ്രസംഗിക്കുന്ന വേദികൾ പങ്കിടാതെ, ഒരു കാറ്റിന് നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ഒരു പട്ടിണിക്ക് നിന്റെ ശരീരത്തെ ആ ദൈവിക വാഗ്ദത്തത്തിൽ നിന്ന് പിൻതലിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. ഭർത്താവ്
ഭർത്താവ് നഷ്ടപ്പെട്ട് കേട്ടോ, ഏറിയ കാലം 7 വർഷങ്ങൾ കഴിഞ്ഞ് 7 വർഷം മുതൽ ഏതാണ്ട് പ്രായം ചെന്ന് കണ്ണും കാണാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആലയം വിട്ട് പിരിയാതിരിക്കുന്ന ഹന്നായ്ക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഭർത്താവ് പോയി, ആരുമില്ല, ആലയം മാത്രമേ എൻ്റെ ആശ്രയമുള്ളൂ. പക്ഷേ ഒരു വാഗ്ദത്തം എനിക്ക് ശേഷിച്ചിരിക്കുന്നു. ഒരു രക്ഷകൻ എന്നുള്ള തലമുറയുടെ മഹത്വം കാണാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. പ്രൈസ് ദ ലോർഡ്. ആരാലും ആദരിക്കപ്പെടാതെ ഒരു ശിമോൻ പറയുക, എൻ്റെ രക്ഷകന്റെ രക്ഷയുടെ മുഖം കാണാതെ ആമേൻ എൻ്റെ നാഥൻ എന്നെ വിട്ടയക്കത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോട് ശക്തമായ പ്രായമുള്ള മാതാപിതാക്കളോട് ദൂത് പറയുക, നിന്റെ തലമുറകളുടെ രക്ഷ കാണാതെ നീ ചെന്ന് നിൽക്കേണ്ട ചില സ്ഥലങ്ങളുണ്ടെന്നേ. സാക്ഷ്യം പറയേണ്ട, കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനും ആയിരുന്നെന്ന് പറയുന്ന ആ സാക്ഷ്യമാണെങ്കിൽ പോലും അത് പറയാൻ ചില ദേശങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. ആമേൻ. ബിന്ദു ബൈജു, ഉണ്ടോ വാക്തത്വം ഉണ്ടോ? ചെറിയാച്ചാനെ, കർത്താവിന്റെ പരിശുദ്ധാത്മാ പറയുന്നത്, ആമേൻ, ദീർഘദൂരം സഞ്ചരിക്കുന്ന ചില തലത്തിലേക്ക് തമ്പുരാൻ നമ്മുടെ കാലടികൾക്ക് ബലം നൽകുന്ന ദൈവമാണെന്ന്. അഭിഷേകത്തിന്റെ ആത്മതലത്തിന്റെ ചില അധികാരത്തിന്റെ വചനങ്ങളെ പ്രസ്താവിക്കേണ്ടതിന് പുതിയ ചില വേദികളെ, പുതിയ ചില ആമേൻ അല്ലേലിയ തേജസ്സിന്റെ അനുഭവങ്ങളെ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു. ചെറിയാച്ചാനെ, കർത്താവ് പറയുക, കർത്താവ് അത് ചെയ്യും. ഒരു പുതിയ തലമുറയ്ക്ക് കേട്ടോ, ഒരു പുതിയ തലമുറയ്ക്ക് ആമേൻ ഒരു വചനം മതി. പുതിയ തലമുറയ്ക്ക് ഒരു വചനം മതി, ഒറ്റ വചനം മതി. ആമേൻ, ക്ലിക്ക് ചെയ്യാൻ ഒറ്റ വചനം മതി, ക്രിസ്തുവിനെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കയിൽ ഈ നാളുകൾ ഉണർവ് നടത്തുന്ന ഒരു മരിച്ചുപോയ ഒരു ദൈവത്തിന്റെ ദാസൻ മുഖാന്തരം അല്ലേ കഴിഞ്ഞ ദിവസം വെടിയേറ്റ് മരിച്ച. പക്ഷേ അദ്ദേഹത്തിന്റെ ചില കാലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ 1000-10,000ങ്ങൾക്ക് ഉണർവിന് കാരണമായി തീർന്നെങ്കിൽ, ഇത് ഞാൻ ഒരു ഉദാഹരണം പറയുക, നമ്മുടെ വാക്കുകൾ കേൾക്കേണ്ട ചിലരുണ്ട്. ചെറിയാച്ചാനെ, നമ്മുടെ വാക്കുകളാൽ ജീവൻ പ്രാപിക്കേണ്ട ചിലരുണ്ട്. അതുകൊണ്ട് ആ തലത്തിലേക്ക് എന്നെ നടത്തേണ്ടതിന് ഈ ദിവസങ്ങൾ ഉണർന്നു പ്രാർത്ഥിക്ക്. കർത്താവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്ന നാളുകൾക്കായി കാത്തിരിക്കുക. ചെറിയാച്ചാനെ, സ്തോത്രം. ഒരു സാധാരണ ലെവൽ അല്ല കേട്ടോ, ഒരു സാധാരണ ദിനങ്ങളല്ല ഇനിയുള്ള നാളുകൾ നമ്മൾ പങ്കിടാൻ പോകുന്നത്. ആമേൻ. ബിന്ദു ബൈജു, ആമേൻ, ശക്തമായി പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവിന്റെ ചില ആമേൻ മാറ്റമില്ലാത്ത ചില ദൈവപ്രവർത്തികൾ, ഹല്ലേലൂയ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, നമ്മൾ അവിടെ അങ്ങനെ ഒരു ഭൗതിക അനുഗ്രഹമല്ല, അത് കർത്താവിന് നമ്മളോടുള്ള മാന്യതയും സ്നേഹവുമാണെന്നേ. എന്നെ മാനിക്കുന്നവനെ ഞാൻ ഇങ്ങനെ മാനിക്കണ്ടായോ? എന്നെ മാനിക്കേണ്ടവനെ ഞാൻ ഇങ്ങനെ മാനിക്കേണ്ട? അത് ഈ ഭൂമിയിലും ആ മാന്യതയുണ്ട്, സ്വർഗത്തിലും ആ മാന്യതയുണ്ട്. എന്താ ബീനാൻറ്റി, ഞാൻ പറയുന്ന കാര്യങ്ങൾ വാസ്തവമോ? ആമേൻ. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, ഇന്നുള്ള ചില ബലഹീനതകളിലും കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കാറില്ലേ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധാത്മ പറയാ, ഈ എന്താ പറയാ, ഇസ്രായേൽ ജനത്തിന്റെ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് മിസ്രൈമിലേക്ക് പോകുന്നത്, അല്ലയോ? തലമുറകൾ മിസ്രൈമിലേക്ക് പോകുന്നു. പക്ഷേ അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തതല്ലെങ്കിലും ദൈവത്തിന്റെ മുൻ പദ്ധതിയിൽ യോസേപ്പിനെ അവിടെ എത്തിച്ചായിരുന്നോ കേട്ടോ? യാക്കോബോ ചെറിയ അങ്ങനല്ലേ, യാക്കോബോ മക്കളെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കനാൻ വിട്ട് തങ്ങൾ ഒരു ഇത്ര കാലത്തേക്ക് മരുഭൂമിയിൽ പോകുമെന്ന് ഓർത്തില്ല. പക്ഷേ തമ്പുരാന്റെ മുൻ പദ്ധതി പ്രകാരം യോസേപ്പിനെ മുന്നവേ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ എത്തിച്ചതെങ്കിൽ, ബീനാൻഡി, നമ്മുടെ തലമുറകളെ ദൈവം അയക്കാൻ പോവുക. നമ്മുടെ തലമുറകളെ നമുക്ക് മുൻപിൽ അയക്കാൻ പോവുക. അയക്കുന്നത് ചില അധികാരത്തോടുകൂടെ വസിക്കേണ്ടതിന് ഒരു ഇതൊരു ഭൗതിക നന്മയാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു ആത്മീയ ആമേൻ അനുഭവങ്ങൾ അവിടെ
അനേകർക്കുണ്ടാകും. ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ അയക്കുന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ ആമേൻ ചിലരെ സ്വപ്നങ്ങളാലും ദർശനങ്ങളാലും ബലപ്പെടുത്തേണ്ടതിന് നമ്മുടെ തലമുറകളെ സ്വപ്നക്കാരായും ദർശനക്കാരായും യൗവനക്കാർക്ക് ആമേൻ പുതിയ ഉത്തേജനം നൽകുന്ന രീതിയിൽ ബീനാരി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. കർത്താവ് അങ്ങനെ അയക്കാൻ പോവാ, അങ്ങനെ അയക്കാൻ പോവാ. നിന്ന സ്ഥാനത്ത് പെട്ടെന്നാ പോക്ക്, പെട്ടെന്നാ യാത്ര. ഹല്ലേലൂയ. അവിടെ ഇരുന്നോണ്ട് ബീനാന്റെ ഈ സൂം മീറ്റിംഗ് പങ്കെടുക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് കർത്താവിനാൽ സംഭവിക്കും. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു, പക്ഷെ ഇത് യഹോവയാൽ സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തോട് സന്തോഷിക്കാൻ എത്ര പേർക്ക് കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതിനായിട്ടല്ല ആമേൻ നാം എന്ത് ചെയ്യേണ്ടത്? അത് ദൈവത്തിന്റെ പദ്ധതി നമ്മളെ ഓർപ്പിക്കുന്നെങ്കിലും അതിലല്ല നമ്മുടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഈ കേട്ട അതിനായിട്ടല്ല ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാം എത്ര വർഷം കാത്തിരുന്നു? ആമേൻ. ബിജു പാസ്റ്റേ, എത്ര വർഷം കാത്തിരുന്നു തന്റെ ഒരു കുഞ്ഞിന് വേണ്ടി? 25 വർഷം അല്ലേ? 25 വർഷം കാത്തിരിക്കുമ്പോഴാണ് 24ാമത്തെ വർഷത്തിന്റെ അവസാനത്തിൽ 100ാം വയസ്സിന്റെ അവസാനത്തിൽ അബ്രഹാമിന്റെ 100ാം വയസ്സ് ദൈവത്തിന്റെ വാഗ്ദത്തം കിട്ടി 25ാമത്തെ വർഷം. ദൈവം അബ്രഹാമിനോട് പറയുന്നത് കേട്ടോ, ഇനി നീ കാത്തിരിക്കണ്ട, ഞാൻ ഇതുവരെ തരാന്നാ പറഞ്ഞേ, ഇനി നീ കാത്തിരിക്കണ്ട, അടുത്ത ആണ്ടിൽ ഞാൻ വരുമ്പോൾ നിന്റെ സാറ നിന്നിൽ നിന്ന് ഒരു മകനെ ചേർത്തുകൊള്ളും. ഇത്രയും പറഞ്ഞാൽ ബിജു പാസ്റ്റേ, ചെറിയാച്ചാനെ, നമ്മൾ എന്തോ ചെയ്യും? സകല പ്രോഗ്രാമും നമ്മൾ മാറ്റി വയ്ക്കത്തില്ലേ? കാരണം ഇന്നൊരു കുഞ്ഞ് ജനിക്കാൻ പോവാ. ആണോ അല്ലയോ? അബ്രഹാമിന്റെ പിന്നെ വിശ്വാസത്തിനേക്കാളും രാജകീയമായ വിശ്വാസമാണ് നമ്മളിൽ ഭരിക്കേണ്ടത് കേട്ടോ, നമ്മളിൽ ഭരിക്കേണ്ടത്. അതിന് ഉദാഹരണം ഒരു വാക്യം ഞാൻ പറയാം. വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു വാക്യം പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ആമേൻ. നാമും അവരെ പോലെ, എബ്രായ ലേഖനം 4:2 വാക്യം, നാമും അവരെ പോലെ സദ്വർത്തമാനം കേട്ടവരാണ്, പക്ഷേ വിശ്വാസമായി അവരിൽ അത് പരിണമിക്കായി കൊണ്ട് അവർക്ക് അത് ഉപകാരമായി വന്നില്ല. നാമും അവരെ പോലെ സദ്വർത്തമാനം കേട്ടവരാണ്, പക്ഷെ വിശ്വാസമായി അവരിൽ എന്ത് ചെയ്തില്ല? പരിണമിച്ചില്ല. അതുകൊണ്ട് കേട്ടവരിൽ അത് ഉപകാരമായി വന്നില്ല. നാം അവരെ പോലെ പോകാതെ സ്വസ്ഥതയിൽ പ്രവേശിക്കേണ്ടതിന് വിശ്വാസത്തോടുകൂടെ യാത്ര ചെയ്യുക. സ്തോത്രം. ഓക്കെ, ഞാൻ മടങ്ങി വരട്ടെ. അപ്പോ എന്റെ ബിജു പാസ്റ്റേ, ആമേൻ, കർത്താവ് പറഞ്ഞ വാഗ്ദത്തം തേട്ടറാ, നീ ഇനി കാത്തിരിക്കണ്ട, നീ ഇനി നക്ഷത്രത്തെ ഒന്നും നോക്കണ്ട, നീ ഇനി എപ്പ തരുമെന്നുള്ള ആശങ്ക, ആമേൻ, ശങ്കയോ ആകുലമോ വ്യാകുലോ ഒന്നും വേണ്ട. തേണ്ട, അടുത്ത ആണ്ടിൽ ഞാൻ ഇതേ സമയത്ത് വരും. എണ്ണപ്പെട്ട 9 മാസം 9 ദിവസമോ 9 മാസം ഇനി 10 മാസം ആയിക്കോട്ടെ, ഞാൻ വരും, അന്നേരം നീ ഒരു മകനെ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞെങ്കിൽ എന്റെ ആമേൻ എബ്രാച്ചാനെ, നമ്മൾ അന്നത്തെ എല്ലാ പ്രോഗ്രാമും മാറ്റിവെക്കും. മാത്രമാണോ, വെയിൽ ആറിയപ്പം മുതൽ ഈ യഹോവയാം ദൈവത്തിന്റെ സാന്നിധ്യം അറിയുന്നവൻ അബ്രഹാം ഇല്ലേ? വെയിൽ ആറിയപ്പം മുതൽ ആ രാത്രി വരെ അവരുടെ കൂടെ വസിച്ചവനായി ഈ 3 പേര്. എന്നാൽ അബ്രഹാമിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത്രയും നല്ല വാഗ്ദത്തം, ഭൗമിക ഒരു മകൻ ജനിക്കുന്ന അനുഭവം തനിക്ക് സന്തോഷമായി കർത്താവ് കൊടുക്കുമ്പോഴും താണ്ട്ര അത് അതിന്റെ കൂടെ ചിന്തിക്കണം കേട്ടോ നിങ്ങള്. കഴിഞ്ഞ വെയിലാറിയപ്പം മുതൽ ഈ ദൈവദൂതന്മാരുമായി സംഭാഷണം തുടങ്ങി, അല്ലെങ്കിൽ സന്തോഷിച്ച അബ്രഹാം, അവരാ വീട്ടിൽ നിന്ന് പോയപ്പോ എന്നാ ബൈ എന്ന് പറഞ്ഞാ പോരായിരുന്നോ ഏലിയാമ്മേ? ബൈ ടാറ്റ ബൈ, ഇത്രയെങ്കിലും എന്റെ കൂടെ വസിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയല്ലോ എന്ന് പറഞ്ഞു ബൈ പറയാമായിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, അബ്രഹാം അന്നത്തെ ആ ദിവസത്തെയോ ആ വാഗ്ദത്തത്തിന്റെ മുകളിൽ അവൻ കമണ്ണ് കടന്നില്ലെന്നേ, അവൻ അവരുടെ പുറകേ പോയി. അല്ലേ ബീനാൻഡി? ഏമിൻ. അബ്രഹാം ദൂതന്മാരുടെ പുറകേ വീണ്ടും പോവുക. ഹലോ, സ്തോത്രം. വീണ്ടും അബ്രഹാം
തന്റെ വാക്ക് തനിക്ക് ലഭിക്കാൻ പോകുന്ന മകനേക്കാളും കണ്ടത് യഹോവയുമായിട്ടുള്ള ആ കൂട്ടായ്മ, യഹോവയുടെ വ്യക്തമായുള്ള ആലോചനകൾ, ജനത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥന, മധ്യസ്ഥതയ്ക്ക് അവൻ വില കൊടുത്തു. ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ ആരോടൊക്കെയും പരിശുദ്ധാത്മാവ് ഇന്ന വ്യക്തിയാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, മധ്യസ്ഥത അണയ്ക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി സമീപമായിരിക്കാൻ, ചിലർക്ക് ന്യായവിധിക്ക് കാരണമാകുമ്പോൾ ചിലർക്ക് വിടുതലിന് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. ഞാൻ വളരെ സമാധാനത്തോടെ പറയുക, എനിക്കിവിടെ കിടന്ന് തുള്ളണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കർത്താവിന്റെ ആത്മാവിനോട് വ്യക്തമായി പറയുന്നു, ആമേൻ, മീര ഉല്ലാസേ, ആമേൻ, കർത്താവിൽ നീ സന്തോഷിച്ചോ. കർത്താവിൽ എന്ത് ചെയ്യ, കർത്താവിന്റെ ആ മൂടുപടം, മൂടുപടം നമ്മുടെ വീണ് അതിന്റെ ആ സന്തോഷത്തിന്റെ സമൃദ്ധിയിൽ ഈ ദിവസങ്ങൾ എന്ത് ചെയ്തോ, പിടിച്ചടക്കിക്കൊള്ളുക. ഒരു രൂപയുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഭാരപ്പെടുകയല്ല. മറിച്ച് എനിക്ക് ആ സാന്നിധ്യമില്ലാത്ത ഒരു നിമിഷം, ലീന റജി ആമേൻ ശക്തമായി പ്രാർത്ഥിച്ചു. ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ ജ്ഞാനത്തെ നോക്കി തന്നതല്ല, ഭവന പാരമ്പര്യം നോക്കി തന്നതല്ല, ആമേൻ രൂപം നോക്കി തന്നതല്ല. സ്തോത്രം. കർത്താവിന് വേണ്ടി നാളുകളെ ചിലത് വില കൊടുത്ത് അവന്റെ സന്നിധിയിൽ ആമേൻ വില കൊടുത്തു. ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ വില കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ വില കൊടുത്തതിന് കൃപാദാനത്തെ, അവൻ തന്റെ വാത്സല്യത്താൽ തന്ന കൃപാദാനത്തെ അതിന്റെ മഹത്വത്തോടെ ഒരു കിരീടം പോലെയൊക്കെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു കിരീടം തലയിൽ വെച്ചിരിക്കുന്നത് പോലെ അതിനെ ചൂടണം കേട്ടോ. അതിന് അത്രമാത്രം വില കൊടുക്കണം. അതൊരിക്കലും താഴെ വെക്കരുത്. ആമേൻ. ഒരിക്കലും അത് ഇരിക്കേണ്ടത് തലയിലാണ്. ആമേൻ. ലീന റജി കേട്ടോ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വ്യക്തമായി ഓർപ്പിക്കുന്നു. ആമേൻ. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത, ഒരിക്കലും പിരിയാൻ കഴിയാത്തൊരു ആത്മബന്ധം, ഒരിക്കലും പിരിയാൻ കഴിയാത്തൊരു പ്രാർത്ഥനാ ബന്ധം, ഒരിക്കലും ആമേൻ ഹല്ലേലൂയ ആമേൻ കുറഞ്ഞു പോകാത്ത വിശ്വാസത്തിന്റെ ആഴമേറിയ അളവുകൾ ഈ പകൽക്കാലം തിരുവചനം കേൾക്കുന്നവരുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യട്ടെ. സ്തോത്രം. വ്യക്തമായി ഉറപ്പാക്കുകയാ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിന്റെ നമുക്ക് കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ട്. കർത്താവ് നമുക്കുണ്ടെങ്കിൽ എല്ലാം നമുക്ക് സമൃദ്ധിയാണ്. ആമേൻ. കർത്താവ് നമുക്കുണ്ടെങ്കിൽ, ഇനി കേൾക്കാൻ, കർത്താവിനെ നമുക്ക് കാണാൻ കഴിയണം കേട്ടോ. കർത്താവിനെ നമുക്ക് കാണാൻ അതിനുവേണ്ടി ആഗ്രഹിക്കണം. അല്ല, ഞാൻ ഇവിടെ ഇരുന്ന് 1.5 മണിക്കൂർ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്കതൊന്ന് കാണാൻ, ആ ദൈവത്തിന്റെ ആ സാന്നിധ്യം, അല്ലെങ്കിൽ ആദിമ ഭക്തന്മാർ അനുഭവിക്കപ്പെട്ടതുപോലെ തന്നെ അതൊന്ന് അനുഭവിക്കുവാൻ. ഞാൻ പറയട്ടെ, ചില പാരമ്പര്യങ്ങളെ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നമ്മളെ അകറ്റിക്കളയരുത്. ചില പാരമ്പര്യങ്ങൾ, നമ്മൾ കേട്ട് തഴമ്പിച്ച ചില ആദ്യ പാഠങ്ങളെ വിട്ടിട്ട് ക്രിസ്തുവിന്റെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ വേണ്ടി ഇന്ന് പകൽക്കാലം തയ്യാറാകുന്നവർ എത്ര പേരുണ്ട്? ആ സ്നേഹം, ആ സന്തോഷം, അത് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഷൈനി ജോർജ്, കർത്താവ് ഇനിയും തരാൻ പോകുന്നത് എന്തറിയോ? വെള്ളത്തിൽ നീന്തറിയുന്നവർക്ക് ഭയങ്കര സന്തോഷമാ. പ്രൈസ് ദി ലോർഡ്. നീന്തറിയുന്നവർക്ക് ഭയങ്കര സന്തോഷമാ. ആ വെള്ളത്തിൽ ഇറങ്ങി യെഹെസ്കേൽ പറഞ്ഞു കേട്ടില്ലേ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വിധമുള്ള ഒരു ആത്മനദി.
ആ ഒരു അളവിലേക്ക്, ആ ഒരു ആനന്ദത്തിലേക്ക്, കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ ആ ആനന്ദ നദി, സ്തോത്രം, അതിൻ്റെ അകത്ത് സന്തോഷിക്കുന്ന ഒരു സന്തോഷത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോണം. ആമേൻ. അതിനായി വില കൊടുത്ത്, ഹല്ലേലൂയ, അതുപോലെ ചില തീച്ചൂളയിലൂടെയാ നീ കടന്നു പോകുന്നത്. പക്ഷെ ആ തീച്ചൂള കഴിയുമ്പോ കേട്ടോ, പൊന്നുപോലെ പുറത്തു വരുന്ന ഷൈനി ജോർജ്, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ പോലും നിന്റെ അക്ഷരത്തെ ശ്രദ്ധിക്കുന്നില്ല, നിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ കർത്താവ് സകലതും കുറിച്ചു വെച്ചിട്ട് പറയുന്നു, ആ ഒരു മഹാസന്തോഷം നിന്റെ ജീവിതത്തിൽ ആർക്കും എടുത്തു കളയാൻ കഴിയാതെ വണ്ണം, ഹല്ലേലൂയ, എത്ര വലിയ കല്ല് കൂമ്പാരമായി നിനക്ക് ചുറ്റും കൂടട്ടെ, പക്ഷെ ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് സ്തെഫാനോസ് കണ്ടതുപോലെ വലിയൊരു ആത്മീയ ദർശനത്തിലേക്ക് നടത്തുന്ന ചില അനുഭവങ്ങളെ, ദിനങ്ങളെ, ആമേൻ, കണ്ടുകൊണ്ട് യാത്ര ചെയ്യട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എനിക്കറിയത്തില്ല, കർത്താവ് ഇന്ന് വ്യക്തമായി ചിലരോട്, ആമേൻ, അല്ലേലിയ, പ്രൊമോട്ട് ചെയ്യുക. ലീന റെജി, പിന്നെ ദേവദാസിയെ, കർത്താവിന്റെ സന്നിധി ശക്തമായി പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട്, കർത്താവിനെ മാത്രം, വേറെ ഒരു ഭക്തന്മാർക്ക് തുല്യനല്ല അവൻ. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന് തുല്യനായി കർത്താവ് മാത്രമേ ഉള്ളെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കർത്താവിന് തുല്യമായി കർത്താവ് മാത്രമേ ഉള്ളൂ. അവന് മുൻപും പിൻപും ആരുമില്ല. സ്തോത്രം, അല്ലേ അജൻചാനെ? അവന് മുമ്പും പിൻപും ആരുമില്ല. അവനോട് തത്തുല്യപ്പെടുത്തി ചിന്തിക്കാൻ ആരുമില്ല. അവൻ ദൂതന്മാരെക്കാൾ വലിയവനാ, അവൻ അബ്രഹാമിനേക്കാൾ വലിയവനാ, അവൻ ശലോമോനേക്കാൾ വലിയവനാ, അവൻ ദാവീദിനേക്കാൾ വലിയവനാ. അവനോട് ഉപമിക്കാൻ, അവനോട് താതാത്മ്യപ്പെടുത്തി പഠിക്കാൻ ഒരാളുമില്ല. ചിലരൊക്കെ പറയാറില്ലേ, ആമേൻ, ഇസഹാക്ക് കർത്താവിന് സദൃശ്യം. എവിടെ, എങ്ങനെ പറയാൻ പറ്റും? അതൊക്കെ നമ്മുടെ ആവശ്യമില്ലാത്ത വ്യാഖ്യാനം. ഇസഹാക്ക് കർത്താവിന് സദൃശ്യം. നോ, ഇസഹാക്ക് എവിടെ കിടക്കുന്നു? കർത്താവ് എവിടെ കിടക്കുന്നു? പ്രൈസ് ദി ലോർഡ്. കർത്താവ്, അവന് തുല്യനായി ആരുമില്ല. അവനെ പോലെ വേറെ ഒരുവനില്ല. അവനെ പോലെ രക്ഷിതാവില്ല. അവനെ പോലെ തേജസ് കൊടുത്തവനില്ല. സ്തോത്രം. ഇനിയും കേട്ടോ അജൻചാനെ, ആമേൻ, പത്രോസും യോഹന്നാനും യാക്കോബും കണ്ടത് ഏലിയാവിനെ കണ്ടെങ്കിലും തേജസ്സോടെ കണ്ടത് കർത്താവിനെ മാത്രമേ ഉള്ളൂ. കാരണം എന്നാന്നറിയോ? ഇവന്മാരുടെ അഹങ്കാരമായിരുന്നു ഈ ഏലിയാവും മോശയും. അതറിയാമോ? ഇവരുടെ അഹങ്കാരമായിരുന്നു ഏലിയാവും മോശയും. പക്ഷെ ആ മോശയും ഏലിയാവിനെ അവിടെ കാണിച്ചത് വെറുതെ താണ്ട ഇവരൊക്കെ ജീവിക്കുന്നെന്നല്ല, അവനേക്കാൾ വലിയവൻ, ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ വെണ്ണയുടുക്കപ്പെട്ടവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാണ് നസ്രനായ യേശു ക്രിസ്തു. ആത്മാവിൽ എത്ര സ്തുതിച്ച് എന്റെ ഹൃദയമൊക്കെ അങ്ങ് എന്ത് ചെയ്തറിയാ, ആനന്ദം കൊണ്ട് നിറയുക ഈ വെളിപ്പാടുകൾ കർത്താവ് തന്റെ വചനത്താൽ തന്നതോർത്ത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. ഏലിയാവും മോശയൊന്നും അല്ല അവിടുത്തെ വിഷയം. അവര് കാണേണ്ടത് ആരെയാണെന്ന് കർത്താവ് കാണിക്കുക. എന്നിട്ട് കർത്താവ് പറയാ, ഇവർക്ക് ചെവി കൊടുക്കാനല്ല പിതാവ് ഇവിടുന്ന് ശബ്ദം ഉണ്ടാക്കിയത്, ഇവന് ചെവി കൊടുപ്പീൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. അവർ ഇതുവരെ ചെവി കൊടുത്തത് ആർക്കാ? ബീനാറ്റി. ഇതുവരെ അവർ ചെവി കൊടുത്തത്, എന്തെങ്കിലും പറഞ്ഞത് ആരുടെ കെയർ ഓഫിലാ പറഞ്ഞിരുന്നത് അജൻചാന്? മോശ, ഏലിയാവ്, അബ്രഹാം. മോശ, ഏലിയാവ്, അബ്രഹാം, ദാവീദ്. പക്ഷേ പ്രൈസ് ദി ലോർഡ് അവിടെ കാണിച്ചു ഇവന് ചെവി കൊടുപ്പീൻ, ഇവനത്രേ പ്രിയപുത്രൻ, ഇവനാണ് സകലത്തിന്റെയും കാരണഭൂതൻ. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ കുഞ്ഞെ, നീ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയല്ല. അത് ഉണ്ടാകുന്നതിന് മുമ്പേ അതിന്റെ അവസാനവും കണ്ടിട്ടുള്ളവൻ ഒരുവൻ നിന്റെ കൂടെ ഉണ്ട്. ആമേൻ. അതിന്റെ ആമേൻ, അതിന്റെ ഫസ്റ്റ്, അതിന്റെ മിഡിൽ, അതിന്റെ ലാസ്റ്റിംഗ് സകലതും അറിയുന്ന ഒരു കർത്താവ് ഉണ്ടെന്നൊന്ന് വിശ്വാസത്തോടൊന്ന് പറഞ്ഞേ. ഒരു രോഗം വരുന്നതിന് മുമ്പേ രോഗത്തിന്റെ ആരംഭത്തെ അറിയുന്നവൻ, അത് സഹിക്കുമ്പോൾ നിനക്ക് ബലം തരുന്നവൻ, അത് സൗഖ്യമാക്കുക എന്നുള്ളത് ആമേൻ കർത്താവിന്റെ കർത്തവ്യമാകയാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ആനന്ദത്തോടെ സ്തുതിക്കാൻ കഴിയണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
പരിശുദ്ധാത്മാവ് ചിലരെ ശക്തമായിട്ട് എന്താ പറയാ, ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയാത്ത ആത്മബന്ധത്തിലേക്ക് ദൈവം നമ്മെ നടത്തുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു ആത്മബന്ധം, കർത്താവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരെ പോലെ. സ്തോത്രം. ഒരു ഭൗതിക കാര്യങ്ങളുടെ നടുവിൽ എൻ്റെ മനസ്സ് ക്ഷീണിച്ചും ബലഹീനപ്പെട്ടും പോകാതെ ആമേൻ ക്രിസ്തുവിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന, ക്രിസ്തുവിന്റെ അളവില്ലാത്ത ദാനത്താൽ സന്തോഷിക്കുന്ന ചില നാളുകളെ ദൈവം എനിക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. സോഫിയാൻറ്റി ആമേൻ ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ച് പ്രൈസ്. ഒരിക്കൽ നമ്മിൽ നിറഞ്ഞു നിന്നത്, ഒരിക്കൽ നമ്മൾ ആനന്ദം കൊണ്ട് തുള്ളിയത്, എവിടെയാണ് നമ്മൾ ബലഹീനപ്പെട്ടത്? വഴിയുടെ ദൂരം കൊണ്ട് നീ ക്ഷീണിച്ചു പോകരുത്. കാലാളുകളോടുകൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരച്ചവരോടുകൂടെ എങ്ങനെ ഓടാൻ കഴിയും? അതുകൊണ്ട് ആമേൻ സമയമടുത്തിരിക്കിയാൽ തല ഉയർത്തി നോക്കുവീൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തല ഉയർത്തി നോക്കുവീൻ. ഒരു പട്ടണത്തെ പിടിച്ചടക്കാൻ കഴിയാതെ യോശുവ ഭാരത്തോടുകൂടെ ഇരിക്കുമ്പോൾ വാള് പിടിച്ച ഒരു സൈന്യാധിപനായ യഹോവ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുന്നുണ്ടോ? ഇന്ന് രാത്രി കേട്ടോ, പിടിച്ചടക്കാൻ കഴിയാത്ത ചിലതിനെ പിടിച്ചടക്കുവാൻ വിശ്വാസത്തോടുകൂടെ കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ കർത്താവ് പ്രോത്സാഹിപ്പിക്കുക. ഞാൻ നിനക്ക് മുമ്പേ സൈന്യത്തിന്റെ നായകനായിട്ടുണ്ട്. യോശുവ അല്ല കാണേണ്ടത്. ആമേൻ. യോശുവായ്ക്ക് മുൻപിൽ നിൽക്കുന്ന വാള് പിടിച്ച് വചനം പിടിച്ചുകൊണ്ട് കർത്താവ് നിൽക്കുന്നു കേട്ടോ. വചനമെന്ന വാള് കൊണ്ട് കർത്താവ് നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ താളടിയായി പോകാതിരിക്കുന്നത്. കർത്താവിനെ ഇന്ന് കാണാൻ കണ്ണുകളെ തുറന്ന് ഞാൻ ഇവിടെ നിർത്തുകയാ. സമയം പോയി. സമയം തീരാനായി. എത്ര പേരിന്ന് പകൽക്കാലം ഈ കാര്യങ്ങളെ മനസ്സിലാക്കി. ഞാനൊരു വചനം ഒന്നും വായിപ്പിച്ചില്ല, പക്ഷേ ഞാൻ വചനമാണ് പ്രസംഗിച്ചതെന്ന് തോന്നുന്നവർ എത്ര പേരുണ്ട്? കാര്യം പോലെ കർത്താവ് സംസാരിച്ചെന്ന് തോന്നുന്നത് എത്ര പേരുണ്ട്? എന്നിട്ട് ലാസ്റ്റ് എൻഡിങ്ങിൽ പറയുക, അബ്രഹാം അവർക്കൊരു അഹങ്കാരമായിരുന്നെങ്കിൽ പറയുകയാണ്, ഈ അബ്രഹാമിന് കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കാൻ കഴിയുന്ന ഒരു കർത്താവിനെ കാണേണ്ടവർ എത്ര പേരുണ്ട്? ആ കർത്താവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ആ കർത്താവിനെ ആമേൻ ഹല്ലേലൂയ ആമേൻ എന്താ പറയാ, പ്രൈസ്. നമുക്ക് വിശുദ്ധിയും അതിന്റെ ആഴം ഒക്കെ തരുന്നത് കർത്താവ് ആ വചനത്താൽ നമ്മളെ ഗ്രഹിപ്പിക്കുക. വചനം എന്ന കണ്ണാടിയിലൂടെ നമ്മളെ കാണുക. പക്ഷേ അതിലുപരിയായി കർത്താവിനെ മാത്രം അനുഭവിച്ചറിഞ്ഞ് കർത്താവിനെ കുറിച്ചുള്ള നല്ല പിക്ചർ, കർത്താവിനെ കുറിച്ചുള്ള കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം. അപ്പൊ തന്നെ നമ്മളിൽ കുറവുണ്ട്. എല്ലാം ഉണ്ട്. പ്രൈസലോ. നമുക്ക് ആഴമായ ഒരു വിശ്വാസത്തിലേക്ക് ഒന്നും പോകാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആലയം വിട്ട് വിരിയാതിരുന്ന് തലമുറയുടെ രക്ഷ കാണാൻ കർത്താവിനെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പുതിയ ചില സ്ഥലങ്ങളിലേക്ക് ദൈവം നമ്മളെ അയക്കുകയും സാക്ഷ്യം പറയിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസലോ. ഇതുവരെ ഇല്ലാത്തൊരു പ്രാർത്ഥന അളവിലേക്ക്, ഇതുവരെ ഇല്ലാത്തൊരു പ്രാർത്ഥനാനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇതുവരെയും ഇല്ലാത്തൊരു പ്രാർത്ഥന അനുഭവത്തിൽ, ഇതുവരെ ഇല്ലാതെ കർത്താവിനോട് സംസാരിക്കുന്ന അളവ് കൂടാതുള്ള സമയങ്ങളെ വേണ്ടവർ എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തിയായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഷിനിമോൾ ദൈവദാസിയെ ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പ്രാർത്ഥിക്കണം കേട്ടോ. സ്തോത്രം. പ്രാർത്ഥിക്കണമേ. ഈ ലോകത്തിന്റെ ചെറുതോ വലുതായ കാര്യത്തിന്റെ മുൻപിൽ നിന്റെ മനസ്സൊരിക്കലും നിനക്കായി തന്നെ ഒന്നും ആഗ്രഹിക്കാതെ വണ്ണം ആത്മാവും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സോളും തമ്മിൽ വേർപെടുത്തുന്ന ഒരു ആത്മീയ പ്രാർത്ഥനയാൽ, ആത്മാവിലുള്ള പ്രകാശനത്താൽ, ആത്മാവിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മള് ചില കാര്യങ്ങൾ ആത്മാവിൽ പറയും, ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആത്മീയ സാന്നിധ്യം വിട്ടുപോകുന്ന ചില കാര്യങ്ങളിൽ പലപ്പോഴും നമ്മളുടെ ഒരു പോരാട്ടം പോലെ കാണുന്നുണ്ട്. എന്നാൽ അതെല്ലാം മാറാൻ പോവുക കേട്ടോ സിനിമോളെ. ആത്മാവിൽ നമുക്ക് കുറച്ചു നേരം സന്തോഷിക്കാൻ കഴിയുന്നു. എന്നാൽ മറ്റു ചില നിമിഷങ്ങൾ അതിനെ കെടുത്തി കളയുന്ന ഒരു വെല്ലുവിളി മുൻപേ കാണുന്നു. സ്തോത്രം. എന്നാൽ അതിനെ മാറ്റിത്തരാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ.
സ്തോത്രം. പ്രൈസലോ. ആമേൻ. സോഫിയ സാമേൻ ആന്റി ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ച് പ്രൈസലോ. ആത്മീകമായുള്ള ഹാലേലുയ്യ സ്തോത്രം. ചില ആനന്ദത്തിനായി ആനന്ദ തൈലം കൊണ്ട് അവൻ എന്നെ അഭിഷേകം ചെയ്യുന്ന ആമേൻ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത കർത്താവിനെ വേണ്ടവർ എത്ര പേരുണ്ട്? മേരിക്കുട്ടിമാമേ ശക്തമായി പ്രാർത്ഥിക്ക്. വചനത്തിന്റെ വചനത്തിന്റെ ശക്തമായേറിയ ചില വേരുകൾ നമ്മളിൽ ആഴമായിട്ടിരിക്കുമ്പോൾ ആഴത്തിലേക്ക് ഈ ദിവസങ്ങളിൽ വലയിറക്കുവാൻ ചില ശൂന്യതകളെ കർത്താവ് മാറ്റാൻ ശക്തനാണ്. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുത മന്ത്രി വീരനാം ദൈവം എന്ന് പറയുമ്പോൾ എൻ്റെ ശൂന്യതയെ കുറിച്ചുള്ള കർത്താവിന്റെ ഹല്ലേലൂയ പദ്ധതി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അനേകരോട് എൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞാൻ തന്ന തിരുവചനങ്ങളുടെ വേരുകൾ ഹല്ലേലൂയ ചെറുകുറുക്കന്മാർ ശക്തമായി, അതുപോലെ ചില വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ നമ്മളിൽ വിതച്ചിരിക്കുന്ന വചനത്തിന്റെ ശക്തിയിൽ നമ്മൾ മുന്നേറി വരുമ്പോൾ അതിന്റെ നാമ്പിനെ നുള്ളിക്കളയുന്ന ചില വെല്ലുവിളികൾ ഉണ്ട് മേരിക്കുട്ടി ഷൗമേൽ. ആമേൻ ഉണ്ട്. പക്ഷേ ആമേൻ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. വിതച്ചവൻ കൊയ്തെടുക്കാൻ ദൈവം സഹായിക്കും. വിതച്ചത് കൊയ്തെടുക്കുവാൻ ദൈവം സഹായിക്കും. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ കരമുയർത്തിയവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ തന്നെ അവർക്ക് ആഴമായി വെളിപ്പെടുത്തി കൊടുത്ത് ആഴമായി ദൈവസന്നിധിയിൽ വസിക്കുവാൻ അബ്രഹാമിനേക്കാൾ വലിയവൻ, അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയുന്ന കർത്താവ്, സ്തോത്രം. ശരീരം ബലഹീനപ്പെടുമ്പോഴും ആമേൻ വാഗ്ദത്ത നിവർത്തിയിലേക്ക് കാല് കുത്തിപ്പിക്കുന്ന കർത്താവ്. പ്രൈസ് the Lord. ഹല്ലേലൂയ. ആഴമായ പ്രാർത്ഥനയിലൂടെ, ആഴമായ ദൈവിക കൂട്ടായ്മയിലൂടെ ഒരിക്കലും പിരിയാൻ കഴിയാത്ത ആത്മീയ വളർച്ചയിലേക്ക് അങ്ങയുടെ ജനത്തെ നടത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രൈസ് ദി. ഇന്ന് പകൽക്കാലം ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തം നിവർത്തിയാകും. അങ്ങയുടെ ആഴമേറിയ വെളിപ്പാടുകളിലേക്ക് അങ്ങയുടെ ജനത്തെ നടത്തും. അവിടുത്തെ വിശ്വസ്തത, അവിടുത്തെ കരുണ, അവിടുത്തെ ദയ, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കൂട്ടായ്മ അങ്ങയുടെ മക്കളിൽ വർദ്ധിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല. ഇനിയും വീണ്ടും എനിക്ക് വരാനുള്ളതുകൊണ്ട് നന്ദി നമുക്ക് ഒരുമിച്ച് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പ്രാർത്ഥിക്കുക. ഇത്രയും സംസാരിക്കുവാൻ എനിക്ക് തന്ന കർത്താവിന്റെ ബലത്തിനായി നന്ദി പറയുകയാണ്. ഗോഡ് ബ്ലെസ് യു.